പോളിംഗ് ഉദ്യോഗസ്ഥരുടെ തപാൽ വോട്ട് ആപ്പ് പാതി വഴിയിൽ നിലച്ചതുമൂലം തപാൽ ബാലറ്റ് വിതരണം താറുമാറായി. ഇതുമൂലം 35,000 ഉദ്യോഗസ്ഥർക്ക് വോട്ട് നഷ്ടമായി. സംസ്ഥാനത്ത് പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള തപാൽ വോട്ട് സംവിധാനം പാളിയതിനു പിന്നിൽ തട്ടിക്കൂട്ട് ആപ്പ് ഉണ്ടാക്കിയതാണ് കാരണമെന്ന് ആരോപണം. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കേരളത്തിലെ ഓഫീസാണ് ഇലക്ട്രോൺ എന്ന സ്വകാര്യ കമ്പനിയെ ഉപയോഗിച്ച് ആപ്പ് സജ്ജമാക്കിയത്. എന്നാൽ ആപ്പ് കൃത്യമായി പ്രവർത്തിക്കാതെ വന്നതോടെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടും പാഴായി. പാതി വഴിയിൽ ആപ്പ് പിൻവലിക്കേണ്ടിയും വന്നു. തപാൽ ബാലറ്റ് അനുവദിക്കപ്പെട്ട 1.46 ലക്ഷം പോളിംഗ് ഉദ്യോഗസ്ഥരിൽ 1,10,994 പേർക്കാണ് വോട്ട് ചെയ്യാൻ കഴിഞ്ഞത്. 35,000 പേർക്ക് വോട്ടർ ഫെസിലിറ്റേഷൻ കേന്ദ്രങ്ങളിൽ ബാലറ്റ് എത്താത്തതിനാൽ വോട്ട് രേഖപ്പെടുത്താനായില്ല. 700ഓളം പേർക്ക് അപേക്ഷിച്ചിട്ടും ബാലറ്റ് തന്നെ അനുവദിച്ചില്ല. ആപ്പ് പ്രവർത്തനരഹിതമായതോടെ തപാൽ ബാലറ്റുകൾ വോട്ടർ ഫെസിലിറ്റേഷൻ കേന്ദ്രങ്ങളിൽ എത്തിക്കാനായില്ല. സർവീസ് സംഘടനകളും ഉദ്യോഗസ്ഥരും ആപ്പിനെ തുടക്കത്തിലെ തന്നെ എതിർത്തിരുന്നു. എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥർ വഴങ്ങിയില്ല. ആപ്പ് പിൻവലിച്ച് നേരത്തെ ഉണ്ടായിരുന്ന വിതരണ സംവിധാനത്തിലേക്ക് തിരിച്ചു പോയപ്പോഴേക്കും സമയവും ഏറെ വൈകി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.